കെ മഹേഷിൻ്റെ ആത്മഹത്യ വലിയ വിവാദമുണ്ടാക്കിയ, കോളിളക്കം ഉണ്ടാക്കിയ ഒരു സംഭവമാണ്. അതിനകത്ത് പല തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ വരുന്നുണ്ട്. ഒന്ന്, ഇതൊരു ആത്മഹത്യ തന്നെയാണോ എന്ന ഒരു സംശയം തന്നെ ആ ഇടയ്ക്ക് തന്നെ ഉയർന്നു വന്നതാണ്. കാരണം ക്ഷേത്രത്തിലേക്ക്, കണിച്ചുകുളങ്ങര ക്ഷേത്രത്തിലേക്ക് തൊഴാൻ പോകുന്നു എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങി 5 മിനിറ്റ് കൊണ്ട് എത്താവുന്ന ക്ഷേത്രത്തിലേക്ക് അവിടെ എത്തിയിട്ടില്ല എന്നും അതിനുശേഷം ഏതാണ്ട് 1.5 മണിക്കൂറുകളോളം കഴിച്ചപ്പോഴേക്കും ആൾ ആത്മഹത്യ ചെയ്തു എന്നുള്ളൊരു വാർത്തയാണ് പുറത്തേക്ക് വന്നതെന്നാണ് അവിടുത്തുകാരായിട്ടുള്ള ആൾക്കാർ പറഞ്ഞത്. സാധ്യതകൾ പലതും നമ്മൾ വിലയിരുത്തേണ്ടി വരും. ഈ അടുത്തിടെ തന്നെ ശ്രീ നടേശൻ്റെ വായിൽ നിന്ന് തന്നെ ശാശ്വതീകാനന്ദ സ്വാമിയെ മുക്കിക്കൊന്നാൽ എനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞപ്പോൾ മുക്കിക്കൊന്നതാണ് എന്നൊരു വാക്ക് വന്നു. അതുപോലെ നമ്മുടെ KN ബാൽ സാറ് SP എന്ന നിലയിൽ നിരവധി കേസുകൾ, ഇതുപോലെ പ്രമാദമായ നിരവധി കേസുകൾ അന്വേഷിക്കുകയും അത്തരം കാര്യങ്ങളെപ്പറ്റി സമഗ്രമായി സ്വന്തം ജീവിത അനുഭവത്തിലൂടെ തന്നെ അറിവുള്ള ആളുമാണ്. KK മഹേഷിൻ്റെ ആത്മഹത്യാ കേസ് തീർച്ചയായിട്ടും ബാൽ സാറിൻ്റെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ടാകും. അതിൻ്റെ സാധ്യതകളും അത് എങ്ങനെ പോയി, അതിൻ്റെ അന്വേഷണത്തിനുണ്ടായ പോരായ്മകളും അപാകതകളും മനഃപൂർവ്വം ഉണ്ടായിട്ടുള്ള വീഴ്ചകളും ഒക്കെ സാറിന് തീർച്ചയായിട്ടും ഒന്ന് വിശദീകരിക്കാൻ കഴിയും. സാറ് ആ കാര്യത്തിൽ സാറിൻ്റേതായ വ്യാഖ്യാനങ്ങൾ, സാറിൻ്റെ വീക്ഷണത്തിലുള്ള കാര്യങ്ങൾ ഒന്ന് വിശദീകരിച്ചാൽ നന്നായിരിക്കും. ആദ്യാവസാനം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്, ഇപ്പോഴും കേൾക്കുന്നത് KK മഹേഷിൻ്റെ ആത്മഹത്യ എന്നാണ്. ഞാനതിനെ ആത്മഹത്യ എന്ന് ഇന്ന് വരെ വിളിച്ചിട്ടില്ല. അതൊരു ദുരൂഹ മരണം എന്ന് മാത്രമാണ് ഞാൻ പറയുന്നത്. ആത്മഹത്യയാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഇതുവരെ. കാരണം അവതാരകൻ സൂചിപ്പിച്ചതുപോലെ ആത്മഹത്യയായി എഴുതിത്തള്ളിയ കേസുകൾ, ധാരാളം കേസുകൾ, കൊലപാതകം എന്നെഴുതി വെച്ച കേസുകൾ മറിച്ചും തിരിച്ചും കൊണ്ടുവരാൻ ഇടയായിട്ടുണ്ട്. ഏറ്റവും വലിയ പ്രഗത്ഭനായ ഓട്ടോപ്സി നടത്തിയ ഒരു മെഡിക്കൽ ഓഫീസർ, ദിസ് ഈസ് എ ബുക്ക് ടൈപ്പ് കേസ് ഓഫ് ആക്സിഫിഷ്യൽ ഡെത്ത് ഡ്യൂ ടു ഡ്രൗണിങ്, അതായത് വെള്ളത്തിൽ മുങ്ങി മരിച്ച കൃത്യമായ ബുക്ക് ടൈപ്പ് കേസാണ് എന്ന് പറഞ്ഞിട്ടുള്ള കേസുകൾ പോലും അന്വേഷിച്ച് തിരിച്ചു കൊണ്ടുവന്ന് കൊലപാതകവും മോഷണവുമായിട്ട് വന്നിട്ട് ജീവപര്യന്തവും ഡെഡ് ബോഡിയിൽ നിന്നുള്ള മോഷണത്തിന് 2 വർഷം ശിക്ഷയും വാങ്ങിപ്പിച്ച് അങ്ങനെ കേസുകൾ ധാരാളം കൈകാര്യം ചെയ്യാൻ ഇടയായിട്ടുണ്ട്. ഇതിൻ്റെ സാഹചര്യം വെച്ച് നോക്കുമ്പം ഇതുവരെയും അന്വേഷിച്ച കേസ് ഡയറി മുഴുവൻ, ഇതിൻ്റെ ആദ്യാവസാനമുള്ള പോലീസ് സ്റ്റേഷൻ, ഇപ്പം മാരാരിക്കുളം പോലീസ് സ്റ്റേഷനിൽ തന്നെ 3 കേസുണ്ട്. ഒന്ന്, ആദ്യം ഇതിനെ സംബന്ധിച്ച് അവർ രജിസ്റ്റർ ചെയ്തൊരു കേസ്. 2, 156(3) കോടതിയിൽ നിന്ന് വന്നത് രജിസ്റ്റർ ചെയ്തൊരു കേസ്, വേറൊരു കേസ്. 3 കേസ് ഇന്നിപ്പോൾ മാരാരിക്കുളം പോലീസ് സ്റ്റേഷനിൽ പെൻഡിങ് ഇൻവെസ്റ്റിഗേഷനാണോ പെൻഡിങ് ട്രയലാണോ എന്നെനിക്കറിയില്ല. ഈ 3 കേസുകളുടെയും എൻ്റെ അഭിപ്രായത്തിൽ ഒരു മുന്നറിയിപ്പ് കൂടാതെ ഈ 3 കേസ് ഡയറികളും കേസിൻ്റെ നോട്ടുകൾ ഉൾപ്പെടെ കൈവശപ്പെടുത്തണം. ഏറ്റവും വിശ്വസ്തനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കൊണ്ട് ഇത് റീഇൻവെസ്റ്റിഗേറ്റ് ചെയ്യിക്കണം. അപ്പോൾ അതിൽ കൂടുതൽ അതിനെപ്പറ്റി പറഞ്ഞിട്ടില്ല. നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അതിന് പ്രോപ്പറായിട്ട് അന്വേഷണം ആദ്യാവസാനം പരിശോധിക്കും. നടന്നിട്ടില്ല എന്ന് തന്നെയാണ് ദൂരെ നിന്നിട്ടായാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അന്വേഷണം എന്നൊരു പ്രഹസനം മാത്രമാണ് നാളെ ദൂരെ കൊണ്ടുപോയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ പവറോ അദ്ദേഹത്തിൻ്റെ മണി പവറോ ലോക്കലായിട്ടുള്ള സ്വാധീനങ്ങളോ എല്ലാം അതിനകത്ത് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ കേസ് ഡയറികളെ ഒന്നടങ്കം കോടതികളിൽ എന്തെല്ലാം എത്തിയിട്ടുണ്ടോ അതിൻ്റെ എല്ലാം കോപ്പികൾ എടുത്തിട്ട് ഒരു അന്വേഷണ ഏജൻസിയെ പ്രത്യേകിച്ച് ഏൽപ്പിക്കണം. ഏൽപ്പിക്കുമ്പോൾ ഒരു പെൻഷൻ പറ്റിയ പഴയ ആൾ എന്നുള്ള നിലയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയാം, അവരുടെ അനുവാദത്തോടുകൂടി തന്നെ ഇപ്പോഴത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ ഉപദേഷ്ടാവിൻ്റെയും അനുവാദത്തോടു കൂടി അതിൽ ഞാനും കൂടി ഇൻവോൾവ് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. ഞാൻ ഇൻവോൾവ് ചെയ്യും. ഞാൻ ആ കേസിനെ പറ്റി അത്ര മാത്രമേ പറയുന്നുള്ളൂ തൽക്കാലം. പക്ഷേ ഈ ആത്മഹത്യാക്കുറിപ്പിൽ 32 പേജ് ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ആ കത്തിൽ ഈ ഒരു ആത്മഹത്യ മാത്രമല്ല, മഹേശൻ സൂചിപ്പിച്ചിരിക്കുന്ന വളരെയധികം മറ്റനേകം കുറ്റകൃത്യങ്ങളുണ്ട്. ക്രൂരമായ വളരെ പ്രമാദമായ കുറ്റകൃത്യങ്ങൾ ചെയ്തതായിട്ട് വെള്ളാപ്പള്ളി നടേശൻ ചെയ്തതായിട്ട്, വെള്ളാപ്പള്ളി നടേശൻ്റെ കൂടെ നിന്ന് പലരും ചെയ്തതായിട്ട്, രാജ്യദ്രോഹ കുറ്റം വരെ ആരോപിക്കാവുന്ന പല കുറ്റങ്ങളും ഈ കത്തിൽ ആരോപിക്കപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഒന്നും തന്നെ ഒരൊറ്റ പോയിൻറ്റും നാളെ വരെ അന്വേഷിച്ചിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ ഞാൻ പറയുന്നത്, ഈ അന്വേഷണ ഏജൻസിയുടെ അന്വേഷണത്തിൻ്റെ പരിധിയിൽ മഹേഷിൻ്റെ ദുരൂഹമരണം കൂടാതെ അതിനകത്ത് ആരോപിക്കപ്പെട്ടിരിക്കുന്ന മറ്റ് ആ പോയിൻറ്റുകൾ ഉൾപ്പെടെ വിശദമായി, ശാസ്ത്രീയമായി, വിദഗ്ധമായി അന്വേഷിക്കണം. അതാണ് വേണ്ടത്.
അവിടെ കൊണ്ടേ ഈ അന്വേഷണം തീരുള്ളൂ. മറ്റൊന്ന്, ഈ മനുഷ്യൻ ഇപ്പോൾ 89-90 വയസ്സിനടുത്ത് എത്തിയിരിക്കുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന് മരണം കൊണ്ടേ ഈ അന്വേഷണം തീരുള്ളൂ എന്ന് വന്നാൽ പിന്നൊന്നുമില്ല, നടപടിയില്ല. പക്ഷേ അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ എന്ന് പറയുമ്പോൾ മകൻ തുടങ്ങിയുള്ളവരുൾപ്പെടെ, ബന്ധുക്കൾ ഉൾപ്പെടെ ഇതിലോരോരുത്തരും ഭാഗവാക്കുകളായിട്ടുണ്ടെന്നുള്ളതിന് സംശയമൊന്നുമില്ല. അവരെയൊക്കെ തന്നെ ഈ അന്വേഷണ പരിധിയിലേക്ക് വരേണ്ടതാണ്, വരും എന്നുള്ളത് ഉറപ്പാണ്. സാറിൻ്റെ അഭിപ്രായത്തിൽ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇതിനു വേണ്ടി മാത്രമായിട്ട് ഉണ്ടാവണം എന്നാണോ? അതെ, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം തന്നെ വേണം. അത് സെലക്റ്റഡ് ആയിട്ട് ഉദ്യോഗസ്ഥനായിരിക്കണം, അയാളെ മാറ്റുകയും ചെയ്യരുത്. ഇപ്പം ഹൈക്കോടതി ഇടപെട്ട് വിജിലൻസ് കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന 124 കേസിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളാപ്പള്ളിക്കെതിരായിട്ടുള്ള കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആ SP-യെ പല പ്രാവശ്യം സർക്കാർ മാറ്റിയതാണ്. അപ്പോൾ അത് ഹൈക്കോടതി ഇടപെട്ട് ആ മാറ്റങ്ങൾ മുഴുവൻ സ്റ്റേ ചെയ്യിച്ച് ആ ഉദ്യോഗസ്ഥൻ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു എന്നത് നമ്മൾ കണ്ടതാണ്. അതേപോലെ തന്നെ ഈ കേസിൻ്റെ ഇനിയും വരുന്ന SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിച്ചാൽ ഈ കേസിൻ്റെ അന്വേഷണം എത്ര കാലം പോകുന്നോ അതിനൊരു സമയബന്ധിതമായി അന്വേഷിച്ച് തീർക്കണം. അത് മുഴുവനും കോടതിയിൽ അതെത്തിച്ച് കോടതി വിചാരണ തീരുന്നിടം വരെയും ആ ടീം അതിൻ്റെ പുറകെ ഉണ്ടായിരിക്കത്തക്ക ഒരു സംവിധാനം ഉണ്ടാകണം. അതായിരിക്കണം ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രിയും കൂടെ ചെയ്യേണ്ടത്. സുധീരൻ നമുക്കെല്ലാം നേരിട്ടറിയാവുന്ന ആളാണ്, പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ആ പരാതിയും വായുവിൽ അലിഞ്ഞു പോകാതിരിക്കത്തക്ക രീതിയിലുള്ള ബാക്ക് സപ്പോർട്ട് ബാക്കിയുള്ള സമുദായങ്ങൾ ചെയ്യണം. മൊത്തം കേരളത്തിലുള്ള ഈഴവരുടെ ഒരു 105 ലക്ഷത്തോളം 110 ലക്ഷത്തോളം വരുന്ന ഈഴവരുടെ മുഴുവൻ നേതാവാണ് വെള്ളാപ്പള്ളി നടേശൻ, VK നടേശൻ എന്ന് ധരിച്ചുകൊണ്ടാണോ ഈ രാഷ്ട്രീയക്കാരെല്ലാം അദ്ദേഹത്തിൻ്റെ പുറകെ പോകുന്നത്, സപ്പോർട്ട് ചെയ്യുന്നത്? ഇതിനിടയ്ക്ക് ഒരു സംശയം ചോദിച്ചോ, നേതാവ് എന്ന് പറയുമ്പോൾ ലീഡർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. യഥാർത്ഥത്തിൽ വെള്ളാപ്പള്ളി നടേശൻ ലീഡറാണോ അതോ ഡീലറാണോ? അദ്ദേഹം നല്ലൊരു ഡീലറാണ്, നല്ലൊരു തന്ത്രജ്ഞനാണ്, നല്ലൊരു കുറുക്കനാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയെ പോലും വിശ്വാസമില്ല എന്നുള്ളത് എനിക്ക് നേരിട്ട് ബോധ്യമുള്ളതാണ്. അദ്ദേഹത്തിന് തോന്നുന്നത് അദ്ദേഹം ചെയ്യും, അദ്ദേഹത്തിൻ്റെ മനസ്സ് അദ്ദേഹത്തിനോട് തോന്നുന്നത് അദ്ദേഹം ചെയ്യും. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം അദ്ദേഹത്തിൻ്റെ ഭാര്യയെ തന്നെ ആയിക്കോട്ടെ, ആ പാവം അതിനോട് വന്ന് എന്തെങ്കിലും പാവം, ഞാൻ നല്ല സ്ത്രീ എന്നുള്ള നിലയിലൊന്നുമല്ല, ഞാനങ്ങനെ പറഞ്ഞെന്നുള്ളേ ഉള്ളൂ, നല്ല സ്ത്രീയാണ്, വന്നെന്തെങ്കിലും ഒന്ന് പറഞ്ഞേച്ച് പോയി കഴിയുമ്പോൾ പുള്ളിയുടെ ഒരു അടുത്തൊരു കമൻ്റ് ഉണ്ട്, അവളങ്ങനെ പലതും പറയും. അങ്ങനെ ഒരു ജാതിയാണ്. ഒരു മനുഷ്യനെ പറ്റി നല്ലത് പറയത്തില്ല, ഒരു മനുഷ്യനെ പറ്റി നല്ലത് പറയത്തില്ല. അപ്പോൾ ഇത് വളരെ സൂക്ഷിക്കേണ്ട ഒരു ജീവിയാണ് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം. അപ്പോൾ അത് ഒരു വളരെ ദുഷ്ടമൃഗത്തെ കൈകാര്യം ചെയ്യുന്നതിനേക്കാൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ്. കാരണം കണക്കില്ലാത്ത കാശ് SNDP യോഗത്തിലെ ഈഴവ സമുദായത്തിലെയും അന്യ സമുദായത്തിൽ നിന്ന് വരുന്നതായാലും ശരി, അഡ്മിഷനും ഉദ്യോഗത്തിനും അതിനും ഇതിനുമൊക്കെ വരുന്നവരുടെ കണക്കില്ലാത്ത കാശ് കയ്യിലിരിപ്പുണ്ട് വാരി എറിഞ്ഞ് പത്രക്കാരെയും രാഷ്ട്രീയക്കാരെയും ഭരണാധികാരികളെയും എന്ന് വേണ്ട ആരെ വേണേലും രാഷ്ട്രീയ ഭേദമില്ലാതെ ജാതിമത ഭേദമില്ലാതെ അദ്ദേഹത്തിന് സ്വാധീനിക്കാൻ കഴിയും എന്നുള്ളത് നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ അത് വളരെ സൂക്ഷിക്കേണ്ടതാണ്, വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ്. കാലതാമസമാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട വിഷയം. അതങ്ങനെ നീട്ടിക്കൊണ്ടു പോകാൻ അദ്ദേഹത്തിന് കഴിയും. കൊല്ലത്ത് നടക്കുന്ന പറഞ്ഞ ജൂബിലി ഫണ്ട് തട്ടിപ്പ് കേസിൻ്റെ 1899 മറ്റോ തുടങ്ങിയത് ജൂബിലി ഫണ്ട് തട്ടിപ്പ് കേസ്. 1998-ലും 99-ലാണ് തുടങ്ങിയത്. അതിന് 14 DYSPമാർ, കൊല്ലം ജില്ലയിലെ ക്രൈം ഡിറ്റാച്ച്മെൻ്റ് എന്ന് പറയുന്ന ക്രൈംബ്രാഞ്ച് എന്ന് പറയുന്നത് 14 DYSPമാർ അന്വേഷിച്ചൊരു കേസാണ്. ആ 14 DYSPമാരും സമ്പന്നന്മാരായി. അതാണ് ആ കേസിൻ്റെ വിജയം. എനിക്ക് നേരിട്ട് ബോധ്യമുള്ള കാര്യം. 14 DYSPമാരും സമ്പന്നരാണ്. അവസാനം ഹൈക്കോടതി ഇടപെട്ടിട്ടാണ് അത് പിന്നെ ക്രൈംബ്രാഞ്ചിലേക്ക് പോകുന്നത്. 2016-ലാണ് അതിന് ശരിക്കൊരു അന്വേഷണം, ഒരു തോമസ് എന്നോ പേരുള്ളൊരു ചെറുപ്പക്കാരൻ ഹൈക്കോടതി ജഡ്ജിയാണ്. അദ്ദേഹത്തിൻ്റെ നല്ലൊരു സ്പീക്കിംഗ്, ഏറ്റവും ബെസ്റ്റ് ഒരു ക്രിമിനൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറുടെ വേഡിങ് എന്ന് നമുക്ക് തോന്നുന്ന രീതിയിലാണ് ആ ജഡ്ജ്മെൻറ്റ്. അതിനുശേഷമാണ് സമഗ്രമായൊരു അന്വേഷണം അതിൽ വന്നതും. ചാർജ് കൊടുത്തിട്ടോ 6 വർഷമായിട്ട് അദ്ദേഹം ഇതുവരെ കോടതിയിൽ ഹാജരായിട്ടില്ല. ഇതെന്താണ്? അപ്പോൾ കോടതി ആയാലും ശരി എന്തിനായാലും അട്ടിമറിക്കാനും സ്വാധീനിക്കാനും അദ്ദേഹത്തിന് കഴിയും. ആ ഒരു കരുതലോടുകൂടി, മുൻകരുതലോടുകൂടി വേണം ഗവൺമെൻറ്റും അന്വേഷണ ഉദ്യോഗസ്ഥന്മാരും സമുദായ അംഗങ്ങളും മുമ്പിൽ നിൽക്കുന്ന എല്ലാവരും ഇതിനെ സമീപിക്കേണ്ടതെന്നൊരു അഭ്യർത്ഥന മാത്രമാണ് എനിക്കുള്ളത്. നന്ദി.
നന്ദി.